ഹലോ. അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇതിപ്പോൾ ചെക്കൻ്റെ വീട്ടിലുള്ള റിസപ്ഷൻ ആണ് എന്നുള്ളത്. ആ ഒരു ഫംഗ്ഷനും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടുന്ന് പോലായി. അപ്പോൾ അവിടുത്തെ ആ ഒരു കിച്ചൻ്റെ സ്റ്റാറ്റസാണ് ഇതിപ്പോൾ. അപ്പോൾ എല്ലാവരും കുറേ പേരുണ്ടല്ലോ നമ്മളിവിടെ. അപ്പോൾ ഓരോരുത്തർ വന്ന് ചായ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മെസ്സപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഓരോ ദിവസം ക്ലീനപ്പൊക്കെ ചെയ്യലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ പിന്നെ എന്തായാലും വീഡിയോയും കൂടെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ടൈമാണിത്. അപ്പോൾ അതാ ഈ ഒരു ട്രേ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലാസ്സസാണ്. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ്. ഇനിയിപ്പോൾ ബാക്കി ഓരോരുത്തർ ചായയൊക്കെ കുടിച്ചിട്ടുള്ള ഗ്ലാസ്സൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഈ ഒരു ചെറിയ ട്രേയിലും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഒന്ന് വൈപ്പ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ക്ലീനർ ഓൾറെഡി ഒരു കുപ്പിയിലുണ്ടായിരുന്നു. ആ ഒരു സ്പ്രേ ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരുന്നു. പിന്നെ ഇതാ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പിക്കിൾസിൻ്റെ ബാക്കി, പിന്നെ അവിടെ കിടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ, വേണ്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അതൊക്കെ നമ്മുടെ ഫ്ലാസ്ക് തന്നെയാണ്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ബോട്ടിൽസൊക്കെ ഒരു ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെ വാഷ് ചെയ്തിട്ടുള്ള പാത്രം കാര്യങ്ങളൊക്കെ ഈ ഒരു ബാസ്ക്കറ്റിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു കൗണ്ടർ ടോപ്പും സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു വിൻഡോയുടെ ലാൻഡിങ്ങും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരുടെ സാധനങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ റീപ്ലേസ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി അവിടെ തന്നെ വെക്കലാണ്. അപ്പോൾ ഇവിടെ ചായപ്പൊടി, പഞ്ചസാര, പാൽ ഇതൊക്കെ അവർ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. അച്ചാർ ഇതൊക്കെ അവർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എക്സ്ട്രാ വേണ്ടത് മാത്രമാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അവർ വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതാ ഞാൻ കത്തി, സിസേഴ്സൊക്കെ വെക്കുന്ന സ്ഥലത്ത് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി അവർ ഇവിടെ വെച്ചിട്ടുള്ള ബോട്ടിൽസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലാൻഡിങ് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പും സ്റ്റൗ കാര്യങ്ങളൊക്കെ മാത്രമാണ് വൃത്തിയാക്കി എടുക്കാനായിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ മെയിൻ കുക്കിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അധികം വൃത്തികേടൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡും കൂടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ രാത്രിത്തെ ഫുഡ് അവിടെ നിന്നായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിച്ചൺ അധികം വൃത്തികേടാവാനായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നതിനൊപ്പം അവർ വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളും അതിൻ്റേതായിട്ടുള്ള പ്ലേസിലൊന്ന് റീപ്ലേസും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്കിനി ബാക്കി ക്ലീനിങ്ങും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ചായയൊക്കെ വെച്ചിട്ടുള്ള പാത്രങ്ങളാണിത്. അതും കൂടെ ഒന്ന് കഴുകിയെടുക്കാനായിട്ടുണ്ട്.
അപ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ വീട്ടിൽ മാത്രം ചെയ്യാനുള്ള ഒരു കാര്യമല്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു സ്പേസ് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ റെൻറ്റിൽ കൊടുക്കുന്ന വീടൊക്കെയാണ്, അവരുടെ പൈസക്ക് അധ്വാനിച്ചിട്ടുള്ള വീടൊക്കെയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളും അവരുടെ സാധനങ്ങളൊക്കെ നീറ്റായിട്ട് എടുത്ത് വെക്കലും സേഫായിട്ട് വെക്കലൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാടക വീട്ടിലോ അല്ലാത്തുള്ള സ്പേസിലോ റെൻ്റൽ സ്പേസിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്വന്തം വീട്ടിലാണെങ്കിൽ അവർ നല്ല രീതിയിൽ ക്ലീനാക്കി എടുത്ത് വെക്കലും, അതുപോലെ തന്നെ നമ്മൾ വാടക വീട്ടിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും പർപ്പസിനൊക്കെ വന്ന് നിൽക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കെയർലെസ് ആയിരിക്കും. നമ്മൾ ആ ഒരു സ്റ്റൗവിൽ വീണിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് വരെ അവിടെ തന്നെ ഇട്ട് ഡ്രൈ ആക്കി അങ്ങനെ തന്നെ ഇട്ട് പോകലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിങ്ക് ഏരിയ, അതിൽ ഫുഡ് പാർട്ടിക്കിൾസൊക്കെ ഉണ്ടാവും, അതൊന്നും ക്ലീൻ ചെയ്യാണ്ട് അപ്പോഴുള്ള ആവശ്യത്തിന് പ്ലേറ്റ് കഴുകി കഴിച്ച് പോകലൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദയവ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മുടെ ഹൈജീനെയും നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മുടെ ആ ഒരു ഹാബിറ്റ് തന്നെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് പിന്നെ വാപ്പക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്ററിലോ ആണ് ഇതൊക്കെ കഴുകി വെച്ചിട്ടുള്ളത്, ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഒഴിഞ്ഞിട്ടുള്ള പാത്രവും ട്രേയും കാര്യങ്ങളൊക്കെ. ഇനി വാപ്പാക്കുള്ള ചായയും കൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലോറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒരു സ്പേസ് യൂസ് ചെയ്തിട്ട് അത് വിട്ടു പോകുമ്പോൾ ഒരു ചെറിയൊരു വിഷമമാണ്. അപ്പോൾ ഇത്ര 2-3 ദിവസം കണ്ടിട്ടുള്ള ആ ഒരു സ്പേസ് ഇനി കാണൂല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമം. അപ്പോൾ അതൊക്കെ ആയി. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ലൈഫ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ ഒരു 2-3 ദിവസത്തെ ഗസ്റ്റായിരുന്നു. അപ്പോൾ വാപ്പക്കുള്ള ചായയൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലോറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്ന പോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീനിങ് വ്ളോഗ്സൊക്കെ കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ക്ലീനിങ് ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.